ഹായ് ഗേയ്സ്, അസ്സാം വലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കനില്ലേ, അതൊന്ന് നെറ്റിക്കാളി. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്കും ഷെയറും ഒക്കെ തുടങ്ങിയിട്ടാണ്. അപ്പോൾ അന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമുക്ക് ഉപയോഗത്തിൻ്റെ ഇറച്ചിന് കുറച്ച് എല്ലുണ്ട്. ആ എല്ലുകൊണ്ട് ഒരു കറി വെച്ചിട്ട് പിന്നെ നമ്മളിവിടെ പൂള പെയ്യിട്ടുണ്ട്. അത് നമ്മളൊന്ന് വൈകുന്നേരത്തെ വിട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എല്ല് തയ്യാറാക്കുന്നത് നമുക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോയാലോ. അപ്പോൾ ഇതാണ് നമ്മളെ എല്ലിട്ടാ. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകണം. കഴുകിയിട്ടാണ് നമ്മൾ മസാലകളൊക്കെ കഴിക്കലിട്ടാ. അപ്പോൾ ഇതുപോലെ ഓരോരോ പീസ് എത്തുന്നത് എന്ത് ചെയ്യുക, നന്നാക്കി കഴുകുക. കഴുകി കഴിഞ്ഞ ദിവസം എന്ത് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കൊട്ടുണ്ട്, അതിലേക്കിടുക. അതിലേക്ക് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളം ഒന്ന് ചോരാനാട്ടാ. അപ്പം നമ്മളിവിടെ കഴിക്കുന്നത് ഓരോരോ പീസ് എടുത്തിട്ടാണ്. ഇത് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഒരു വട്ടം കഴുകി ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടം കഴുകാണ് കേട്ടോ. രണ്ടെണ്ണം കഴിക്കാൻ മതി അല്ലേ? 3 വട്ടം അല്ലേ? അപ്പോൾ 3 വട്ടം കഴുകണം കേട്ടോ. എന്നാലേ അതിൻ്റെ ബ്ലഡൊക്കെ കറക്റ്റ് പോകുള്ളൂ. ഇതുപോലെ വാരിയെടുക്കുക. രണ്ടാമത്തെ ഇങ്ങനെ വാരിയെടുക്കാൻ ഒന്നായിട്ടില്ലേ? ആദ്യമൊക്കെ ഓരോ പീസ്, ഇപ്പോൾ രണ്ടാമത്തെ ഇങ്ങനെ കൂട്ടായിട്ട് വാരില്ലേ? ഓക്കെ. അപ്പം 3 വട്ടം കഴുകി ഇതുപോലെ മേലപ്പൂരിൽ നിന്ന് വെള്ളം പാരുക. അപ്പോൾ നമ്മൾ ബീഫ് കഴുകൽ കഴിഞ്ഞിട്ട് അതിൽ ഞാൻ അടുത്താണ് മസാല. അപ്പോൾ നമ്മൾ എല്ല് കുക്കർക്ക് ഇടണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. എത്ര ടീസ്പൂണാണ്? 5 സ്പൂൺ അല്ലേ? അപ്പം 5 സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഇടാൻ പോകണം കേട്ടോ. അടുത്ത് മുളകും പൊടി. മുളകും പൊടി എത്ര സ്പൂണാ? 2 ടീസ്പൂൺ മുളകും പൊടി. അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടാ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അല്ലേ? 3/4 ടീസ്പൂണ്. ഇപ്പ്, അത് സ്പ്രിങ്കിൾ. ഇപ്പം എത്ര? 1 സ്പൂൺ. ഉപ്പ് പാകത്തിട്ടാൻ വേണ്ടി നിങ്ങൾ ഉപ്പിട്ട് കൊള്ളാക്കാണ്ട് വരും. അപ്പോൾ ഇതാണ് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി. നിങ്ങൾ ആരും ഐസ്ക്രീമായി വെച്ചേണ്ട, നമ്മൾ പേസ്റ്റാക്കി വെച്ചാണ്. അത്ര 1 ടീസ്പൂണ്. 1 ടീസ്പൂൺ തന്നെ. കുറച്ച് വെള്ളം ഒഴിക്കണ്ടേ? ഇത് വെള്ളം ഒഴിച്ച് നന്നാക്കി മിക്സ് ആക്കുക. ഇനിയിപ്പോൾ നമ്മളിതിൽ ഉള്ളി തക്കാളി ഒന്നും ഇടണ കേട്ടാ. പച്ചമുളക് വേണ്ടല്ല. ഇത് ആ ഭാഗം വെള്ളമൊന്നുമില്ല. ഇതൊരു കറി വെക്കുകയാണ്. ഇത് ബാക്കി നമ്മൾക്ക് പൂള വന്നിട്ടാക്കണം അല്ലേ? ഇതുപോലെ നല്ല കുഴക്കട്ടാ. ഈ കുഴക്കണ വേറെ ഐഡിയ നമ്മൾ കാണിച്ചാൽ 1 മിനിറ്റ്. അപ്പോൾ മസാല കൂട്ടുകൾ കഴിഞ്ഞ് നമ്മൾ അടുപ്പത്തൊക്കെ പോകട്ടോ. അപ്പോൾ ഇതുപോലെ അടച്ചാൽ കുലുക്കണ മൊത്തം മസാലകൾ ശരിയാവുക. ഞാൻ അടുത്ത് നമ്മളെ ഗ്യാസ് എത്തിക്കുക, വെക്കുക. ഇത്രയോളം പരിപാടി. എത്ര വിസിലാ? 5 വിസിലല്ലേ? 5 വിസിൽ 6 വിസിലേ കുഴപ്പമില്ല കേട്ടോ. വേണ്ടേ? അപ്പം നമ്മളെ കുക്കറിൻ്റെ വിസിൽ അടിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ 6 വിസിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നല്ല ഇറച്ചെല്ലാം പോകുള്ളൂ, എല്ലല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ എല്ല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ സ്കൂൾ വിടാനുണ്ട്. അപ്പോൾ നമ്മൾ ചെക്കന്മാരെ കൊണ്ടുവരണം. ബാക്കി പൂള പിന്നൊക്കെ അപ്പം നമ്മൾ കാണിച്ചു തന്നിട്ടാ. മഴ വരുമോന്ന്. അപ്പോൾ നമ്മൾ വന്നപ്പോത്തിന് പൂളൊക്കെ അമ്മ സൂപ്പറാക്കി പെയ്യി കഴിഞ്ഞിട്ടാ. അപ്പോൾ അതിൽ കഴിഞ്ഞ് വറവിടാനുള്ളതാണിത് കേട്ടോ. ചൂടായി ഇട്ടുള്ളൂ. കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞാൽ വന്നിട്ട് പൂള പെയ്യുക. അപ്പോൾ പെയ്യി കഴിഞ്ഞില്ലേ? ആകെ സംഭവമല്ലോ. കഴിഞ്ഞിട്ട് കുഴപ്പമില്ലേ? നല്ല പൊട്ടിൻ്റെ പൂള.
ആ മുളക് ചോന്ന നമുക്ക് മുളക് തിന്നാം നല്ല നന്നായത്. ആ അനക്കെന്നെ സൈക്കിളാണുള്ളത്. അത് നന്നാക്കിയാ പോരാ. പിന്നെ പത്താ സാധനത്തിനാ എനിക്ക് പോളെ ഇഷ്ടമല്ല തിന്നൂല. പിന്നെ എല്ലാം നമ്മൾ കണ്ടു പോട്ടാ. ഇന്ന് ടീച്ചർ പറഞ്ഞ സ്കൂളിൽ എന്താ പറഞ്ഞ ടീച്ചറ് പറഞ്ഞ എന്താ പറഞ്ഞത്? എന്ത് കറി? പുളിക്ക് എന്താ കറി? എനിക്ക് എല്ലാം ഇഷ്ടല്ല. പിന്നെ നമ്മൾ തിന്നുമ്പോ കാണിക്കുമ്പോ അല്ലേ കേൾക്കുമ്പോ പോർത്തില്ല ചായ കിട്ടാ ചായ കുടിക്കൂല. അപ്പൊ നമ്മൾ ഇതുവരെ കാത്തു നിന്ന കപ്പയും എല്ലും ഇരട്ടിയൊക്കെയുണ്ട്. നമ്മളത് കഴിച്ച് കാണിച്ചിട്ടാ. ഏതായാലും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ അമ്മ? ചൂടയില്ല. കപ്പയും ബോൺസോ ബീഫിന്റെ കാശിന് എല്ലിന് ബോൺസ് കപ്പയും ബോൺസ്. ഓക്കെ അപ്പൊ ഇത് പൂള ഇത് എല്ല് ഇത് പൂള അടിപൊളിയല്ലേ? കണ്ടി കേൾക്കണ എങ്ങനെയുണ്ട്? സ്പൂണാണോ? അതെന്തിനാ? സാമി എങ്ങനെ റജു പറഞ്ഞ സാണ്ടി പറഞ്ഞില്ല അല്ല. ഓ ഇത് ഇംഗ്ലീഷിൽ നൽകുന്നുള്ളൂ അല്ലേ? കുത്തിക്ക 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 കുത്ത്. ആ കുത്ത് നോട്ടെ. അടിപൊളി മോനെ. എങ്ങനെ നമ്മളെ എല്ലും പൊളി കുഴപ്പമില്ല അടിപൊളിയാ. അപ്പൊ ഇതാണ് നമ്മളെ എല്ലും പൊളിട്ടാ. ഇനി നമ്മളൊന്ന് കേച്ചു നോക്കട്ടെ എങ്ങനെ ഉള്ളത്. പൂള നല്ല പൊടിയുണ്ട്. പിന്നെ നമ്മൾ എല്ലാം കഴിച്ചോട്ടാ. എടുത്തുകൊണ്ടേ ഇതൊന്ന് വാ അടിപൊളി. ഒരു രക്ഷയില്ല. ഇതുപോലെ എല്ലാവരും ട്രൈ നോക്കി. ഒരു വൈകുന്നതിന് പറ്റിയ പലഹാരമുള്ള ഫുഡാണ്. പൊളിയല്ലോ. ഒരു പുറത്ത് ചെറിയൊരു മഴ കണ്ടിട്ടാ. അപ്പൊ അതും കൂടി നമുക്ക് ഇതിക്ക് കിട്ടുന്നുണ്ട്. അടിപൊളി. നീ വേണ്ട കട്ടെ. അപ്പൊ നീ പറയുന്നത് നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോണേ. ഇതുപോലെ നല്ല വീഡിയോ വേറെയും വരും. അപ്പൊ നമ്മൾക്ക്